പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയതിനു ശേഷം ഇനിയും ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് വരാനുണ്ട് എന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. ആ പേരുകൾ കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിപ്പോകുമെന്ന് വരെ പത്മജ വെളിപ്പെടുത്തിയതാണ്. എന്നാൽ അതേസമയം തന്നെ പത്മജയ്ക്ക് ശേഷം ഇനി ആരെന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ അത് കെ മുരളീധരൻ പോലും ആകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കെ മുരളീധരൻ പോലും ഇനി ബി.ജെ.പിയിലേക്ക് കടന്നു വരാനുള്ള സാധ്യത ഏറെയാണെന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ആലപ്പുഴയിൽ ഇനി മത്സരിക്കാൻ പോകുന്ന ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ്. എന്നാൽ അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി കിട്ടുന്ന തരത്തിലൊരു പ്രതികരണം കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയുടെ ഭാഗത്തു തന്നെ ഉണ്ടാകുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വനിതകൾക്കുള്ള സംവരണം നൽകുന്നതിൽ അല്ലെങ്കിൽ വനിതകളുടെ പ്രാതിനിധ്യം ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഊട്ടിയുറപ്പിക്കുന്നതിൽ കോൺഗ്രസിന് പിഴവ് പറ്റിയെന്നുള്ളതായിരുന്നു ആ ആരോപണം എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ ദേശീയ വക്താവായിട്ടുള്ള ക്ഷമ മുഹമ്മദ് ആയിരുന്നു അത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ക്ഷമയുടെ ഈ ആക്ഷേപം വലിയ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയെല്ലാം തന്നെ ചെയ്തതാണ്. പക്ഷേ ആ ക്ഷമ എന്താണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതേസമയം തന്നെ കെ.പി.സി.സി പ്രസിഡന്റായ കെ. സുധാകരൻ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ക്ഷമ ആരാണെന്നാണ്. ക്ഷമ കോൺഗ്രസിന്റെ ആരുമല്ല എന്നാണ് കെ.പി.സി.സി പ്രസിഡന്റായിട്ടുള്ള കെ. സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനെല്ലാം തന്നെ തക്കതായി മറുപടി നൽകിക്കൊണ്ട് ക്ഷമ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. തന്റെ ഐഡന്റിറ്റി കാർഡ് എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ക്ഷമ സുധാകരനുള്ള മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് കോൺഗ്രസിന് ഉള്ളിലെ വലിയൊരു രാഷ്ട്രീയം തന്നെയാണ്, ആ രാഷ്ട്രീയ ചർച്ചകളുമാണ്. എന്നാൽ അതേസമയം തന്നെ വീണ്ടും പത്മജയിലേക്ക് വരികയാണെങ്കിൽ പത്മജ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനുള്ളിൽ തനിക്കൊരു ചന്ദനക്കുറിയിടാൻ ഭയമായിരുന്നു. ചിലരെല്ലാം തന്നെ തുറച്ചു നോക്കുകയാണ്. അത്തരത്തിൽ തന്നെ തുറച്ചു നോക്കുന്ന സാഹചര്യത്തിൽ താൻ അകത്തുപോയ ചന്ദനക്കുറി മായ്ച്ചു കളയുമായിരുന്നു. ഇനി തനിക്ക് ധൈര്യമായി ചന്ദനക്കുറി ഇടാലോ എന്നുള്ള തരത്തിൽ ആശ്വാസകരമായ ഒരു പ്രഖ്യാപനമെല്ലാം തന്നെ പത്മജ നടത്തുകയുണ്ടായിരുന്നു. അത് അത്തരമൊരു ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം അതിന് പത്മജയ്ക്ക് മറുപടിയായിട്ട് ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂരിന്റെ വനിതാ സ്ഥാനാർത്ഥിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവരും ചന്ദനക്കുറി ഇടുന്നുണ്ടല്ലോ എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രത്യയശാസ്ത്രപരമായിട്ട് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നുള്ളൊരു താക്കീത് കൂടി പത്മജയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലാണെങ്കിലും ബി.ജെ.പി രാഷ്ട്രീയത്തിലാണെങ്കിലും ഇത്ര വലിയ പുകച്ചിലുകൾ, ഇത്ര വലിയ സമ്മർദ്ദങ്ങളും ചർച്ചകളെല്ലാം തന്നെ കൊടുമ്പിരി കൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ബി ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ക്ഷമയാണെങ്കിലും അല്ലെങ്കിൽ രമ്യ ഹരിദാസിനാണെങ്കിലും ബി.ജെ.പിയിലേക്ക് സ്വാഗതം എന്നുള്ളൊരു വാക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു രീതി പരിഗണിക്കുകയാണെങ്കിൽ ബി.ജെ.പിയിലേക്ക് ഇപ്പോൾ അനവധി കോൺഗ്രസ് നേതാക്കളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ വാതിലുകൾ എല്ലായ്പ്പോഴും തുറന്ന് തന്നെ ഇട്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് നേതാക്കൾ തുറന്ന് സമ്മതിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്ന് പോലും CPM-ൽ നിന്ന് പോലും പലരും ബി.ജെ.പിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയേറെയാണെന്നുള്ള വാർത്തകൾ വരികയാണ്. അതേ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ 2 സ്ത്രീരത്നങ്ങളെ ബി.ജെ.പി സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉള്ളിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പുകച്ചിലുകൾ ഉണ്ടെന്നുള്ളത് തീർത്തും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് വസ്തുത തന്നെയാണ്. യഥാർത്ഥത്തിൽ കെ.പി.സി.സി പ്രസിഡന്റ് മുതൽ ഇങ്ങ് താഴെത്തട്ടിൽ വരെ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള അസ്വസ്ഥതയും അതൃപ്തിയെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രചരണങ്ങളെല്ലാം തന്നെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കെ. സുധാകരൻ പോലും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയാണ്, പല അസ്വസ്ഥതകൾ ഉളവാക്കുകയാണ്. സുധാകരനോടും കോൺഗ്രസിന് പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്. അതേസമയം വടകരയും പാലക്കാടും തൃശ്ശൂരും ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി മാറ്റവും വലിയ തരത്തിൽ പല പുകച്ചിലുകൾ ഉണ്ടാക്കുന്നുണ്ട്, വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഒരുപക്ഷെ ഘടകകക്ഷികളെ പോലും അലോസരപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ആണ് ഇത്തരത്തിൽ വീണ്ടും ഒരു തിരിച്ചടി എന്നോണം ക്ഷമയുടെ വാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നത്. ക്ഷമയുടെ വാക്കുകൾ ഒരുപക്ഷെ ക്ഷമ ഇപ്പോൾ വലിയ തരത്തിൽ തന്നെ കലുഷിതമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ബി ഗോപാലകൃഷ്ണന്റെ ഈ ക്ഷണം അത് എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് പറയുന്ന വലിയൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. കാരണം ക്ഷമയും ബി.ജെ.പിയിലേക്ക് എന്ന് പറയുന്ന പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്ഷമയുടെ കോൺഗ്രസിനോടുള്ള അമർഷം അത്രമേൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. ആ സാഹചര്യത്തിലാണ് ക്ഷമ മുഹമ്മദ് ബി.ജെ.പിയിലേക്ക് ചേക്കേറുന്നെന്നുള്ള വാർത്തകൾ വന്നിട്ടുള്ളത്. ആ വാർത്തയെ അന്വർത്ഥമാക്കുന്ന
വ്യക്തമാക്കുന്ന വിധത്തിൽ തന്നെയാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബി ഗോപാലകൃഷ്ണൻ വീണ്ടും ഷെമ മുഹമ്മദിനാണെങ്കിലും രമ്യ ഹരിദാസിനാണെങ്കിലും BJP-യിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഈ സാഹചര്യത്തിൽ അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒരു തിരിച്ചടിയാകും. അതേ സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ ഈ ഒരു ക്ഷണത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന വലിയൊരു ചോദ്യം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ BJP-യുടെ ഒരു രീതി അനുസരിച്ച് അത് നേരിട്ട് കേരളത്തിലെ നേതാക്കളുമായി സംസാരിച്ച് നേരിട്ട് BJP-യിലേക്ക് കയറുന്ന ഒരു സമ്പ്രദായമല്ല BJP സ്വീകരിച്ചു വരുന്നത്. ആർക്ക് വേണമെങ്കിലും BJP-യിലേക്ക് കയറാം, പക്ഷെ അത് ദേശീയ നേതൃത്വത്തിൽ നിന്നുമാണ് തീരുമാനം വരുന്നത് എന്ന് പറഞ്ഞാൽ തീർത്തും സംഘടനാശക്തമായ അല്ലെങ്കിൽ സംഘടനാപരമായ ഒരു നീക്കം തന്നെയാണ് യഥാർത്ഥത്തിൽ BJP-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ക്ഷണം യഥാർത്ഥത്തിൽ BJP-യുടെ ഭാഗത്തു നിന്നും വരുന്ന സാഹചര്യത്തിൽ അതൊരു പക്ഷേ പലതരത്തിലുള്ള ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ അത്തരം ഒരു ചാഞ്ചാട്ടമോ സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും BJP-യുടെ ഈ തുറന്നിട്ട വാതിലുകൾ പലപ്പോഴും പല സ്ഥാനാർത്ഥികൾക്കും ഇത്തരത്തിലുള്ള ചാഞ്ചാട്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക എല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്ന് ഏതെങ്കിലും ഒരു മുന്നണി വിജയിച്ച ശേഷവും അതിലെ വിജയിച്ച വ്യക്തികളെല്ലാം തന്നെ കൂടുമാറുന്ന രാഷ്ട്രീയ സാഹചര്യം പോലും ഇന്ത്യക്ക് ഒട്ടും പുതുമയില്ലാത്ത കാര്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്ര കണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഇത്ര വലിയ പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയ മാറ്റം അത് വലിയ തരത്തിൽ തന്നെ കോൺഗ്രസിന് തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2019 ഇനിയും ആവർത്തിക്കണമെങ്കിൽ അനുനയിപ്പിക്കാനുള്ളവരെ എല്ലാം തന്നെ അനുനയിപ്പിച്ചുകൊണ്ട് കൃത്യമായി കളത്തിലിറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. അതല്ലെങ്കിൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സാഹചര്യത്തിൽ തിരിച്ചടി തന്നെയായിരിക്കും യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്.